നമസ്തേ. സന്ദേശമാലയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉഡുപ്പി കൃഷ്ണനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഉഡുപ്പി കൃഷ്ണൻ എന്തുകൊണ്ടാണ് തിരിഞ്ഞിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് വിശദീകരിച്ചത്. ഇന്ന് സംസാരിക്കുന്നതും ഉഡുപ്പിയിലെ ഒരു വിശേഷം തന്നെയാണ്. പലതവണ ഉഡുപ്പി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയിട്ടുണ്ടെങ്കിലും ഉഡുപ്പിയിലെ പ്രഭാതം കാണാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും മൂകാംബികയിലേക്ക് പോയിട്ട് മടങ്ങുമ്പോൾ ഉഡുപ്പിയിലൊന്ന് കയറാറാണ് പതിവ്. ഉഡുപ്പിയിലെ പ്രഭാതമൊന്ന് കാണണമെന്ന് വല്ലാത്ത ഒരു മോഹം ഉണ്ടായി. അങ്ങനെ ഒരിക്കൽ രാവിലെ തന്നെ ഉഡുപ്പിയിലെത്തി. പക്ഷെ രാവിലെ ഉഡുപ്പിയിലെത്തിയപ്പോൾ ഒരു 4 മണിയോടുകൂടിയാണ് എത്തിയത്. റൂമിൽ പോയി ഒന്ന് ഫ്രഷായി കുടിയെല്ലാം കഴിഞ്ഞ് ഒരു 5 മണിക്ക് പുറത്തേക്ക് ഇറങ്ങി. ആ ഉഡുപ്പിയിലെ പ്രഭാതം അതൊരു വല്ലാത്ത പ്രഭാതമാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരനുഭൂതിയായിരുന്നു ആ പ്രഭാതം. വെളുപ്പിന് അവിടുത്തെ സ്ത്രീകളൊക്കെ എഴുന്നേറ്റ് ഓരോ വീടിൻ്റെ മുഖത്തും കോലം ഇടുകയാണ്. അതുപോലെ സൈക്കിളിൽ വെള്ളം കൊണ്ടുവരുന്ന, അതായത് പ്ലാസ്റ്റിക് കുടങ്ങളിൽ 2 കയറ് കൊണ്ട് കെട്ടി 2 കുടങ്ങൾ അപ്പുറം ഇപ്പുറം വെച്ചിട്ട് സൈക്കിളിൽ തൂക്കിയിട്ട് വെള്ളം കൊണ്ടുവരാനായി പോകുന്ന ഒരു വിഭാഗം ആളുകൾ, പാല് കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ആളുകൾ, പൂക്കാരൻ പൂവായിട്ട് കൊട്ടയിൽ സൈക്കിളിൽ വെച്ച് പോകുന്നു, പത്രക്കാരൻ പോകുന്നു. ആകെ കൂടി ഒരു നല്ല സുഖമുള്ള ഒരു അന്തരീക്ഷം ആ പ്രഭാതത്തിൽ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ മിത്രസമാജക്കാരുടെ ഒരു ചായക്കടയുണ്ട്. ചിലർ അവിടേക്ക് ചായ കുടിക്കാൻ പോകുന്നു. അവിടെ എല്ലാം പ്രഭാതത്തിലെ ആ തണുത്ത കാറ്റുമേറ്റ് ചുറ്റിക്കറങ്ങി റൂമിൽ വന്ന് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഒരു 7 മണിയായപ്പോൾ വീണ്ടും അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിലേക്ക് പോയപ്പോൾ ഒരു 7 വയസ്സ് മുതൽ ഒരു 18 വയസ്സ് വരെ പ്രായമുള്ള കുറേ കുട്ടികൾ വേദം പഠിക്കുകയാണ്. എന്ത് രസമായിട്ടാണ് അവർ വേദം ചൊല്ലുന്നത്. ഒരേ താളത്തിൽ ഒരേ ശ്രുതിയിൽ അങ്ങനെ വേദം പഠിച്ചുകൊണ്ടേയിരിക്കണം എല്ലാവരും. അവരെ ഒരു സെക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിറകിൽ അതാ വരുന്ന ഒരു 10-25 ചെറുപ്പക്കാർ വേറെ. അവർ വന്ന ആ സ്ഥലത്തിരുന്ന് അവരും തുടങ്ങി വേദം ചൊല്ലാൻ. ഇങ്ങനെ വേദത്തെ എടുത്ത് പഠിച്ച് വളരെ ഉപാസനയോടുകൂടി വേദം ചൊല്ലുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്നും ഉണ്ട് എന്നുള്ളത് ഉഡുപ്പിയിൽ നിന്ന് മനസ്സിലായി. വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു അത്. അത് കഴിഞ്ഞു. വേദം ചൊല്ലൽ കഴിഞ്ഞ് ആ ഗ്രൂപ്പും പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ പോയപ്പോൾ കുറേ സ്ത്രീകൾ അവിടെ ഇരുന്നിട്ട് വട്ടളഞ്ഞിരുന്നിട്ട് മാല കെട്ടുകയാണ്.
വെറുതെ മാല കെട്ടില്ല, കൃഷ്ണസ്തുതികൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് മാല കെട്ടുന്നു. ഓരോ പൂ എടുത്ത് വയ്ക്കുമ്പോഴും അതിലൊക്കെ കൃഷ്ണനെ സ്തുതിച്ച് പാടിക്കൊണ്ടാണ് ഓരോ പൂവും വയ്ക്കുന്നത്. അങ്ങനെയാണ് അവർ മാല കെട്ടുന്നത്. ആ മാലയല്ലേ കൃഷ്ണൻ ചാർത്തുന്നത്. എന്തൊരു ഭക്തി നിറഞ്ഞ ഒരു അനുഭൂതിയാണ് ആ അന്തരീക്ഷത്തിലുള്ളത്. പല സ്ഥലങ്ങളിലും മാല കെട്ടുന്നത് കണ്ടിട്ടുണ്ട്, അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇതുപോലെ മാല കെട്ടുന്ന സ്ത്രീകളെ എവിടെയും കണ്ടിട്ടില്ല. അതുമാത്രമല്ല, അവർക്ക് വേറെ ഒരു ശ്രദ്ധയുമില്ല. ആ എടുക്കുന്ന പൂ തീരാനാകുമ്പോഴേക്ക് വേറൊരാൾ ആ സമയമാകുമ്പോൾ കൊണ്ടുപോയി അതിലിട്ട് കൊടുക്കും. അതിടാൻ വേണ്ടി പറയുകയോ പൂ തീർന്നു അതൊന്നുമില്ല. അവർ വെറും കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ക്ഷേത്രത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഈ ഒരു അനുഭവം കിട്ടണമെങ്കിൽ ആ പ്രഭാതത്തിൽ കൃഷ്ണനെ കാണണം. ആ ഒരു സുഖം, ആ ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഒരു ഭാഗത്ത് വേദം ചൊല്ലുന്നു, വേദത്തെ ഇഴപിഴച്ച് ചൊല്ലുന്നു, മറുഭാഗത്ത് കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് മാല കെട്ടുന്നു. തികച്ചും ആത്മീയമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഉടുപ്പിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ പ്രാർത്ഥിക്കുന്നു. വെറുതെ ഒന്ന് ആലോചിക്കുക.